നമുക്ക് ഇന്നത്തെ USS ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2 പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. ഭൂമിയുടെ ഭ്രമണം മൂലം രാത്രിയും പകലും ഉണ്ടാകുന്നു. ഭ്രമണം എന്ന് പറയുന്നതിന് ഇംഗ്ലീഷ് ടേം റൊട്ടേഷൻ എന്നാണ്. റൊട്ടേഷൻ മൂലം രാത്രിയും പകലും ഉണ്ടാകുന്നു. പ്രസ്താവന 2 പറയുന്നത് പരിക്രമണം മൂലം. പരിക്രമണം എന്ന് പറയുന്നതിന്റെ ഇംഗ്ലീഷ് റവല്യൂഷൻ മൂലം ഋതുഭേദങ്ങൾ, അതായത് സീസൺസ് ഉണ്ടാകുന്നു. അപ്പൊ താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആലോചിക്കുക. ഭ്രമണം, റൊട്ടേഷൻ മൂലം രാത്രിയും പകലും ഉണ്ടാകുന്നു. അപ്പോൾ ഒന്നാമത്തേത് ശരിയാണ്. അതുപോലെ പരിക്രമണം മൂലം ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നു, രണ്ടാമത്തതും ശരിയാണ്. അപ്പം ബോത്ത് ആർ റൈറ്റ്, രണ്ടും ശരിയാണ് എന്നുള്ള ഉത്തരത്തിലേക്ക് നിങ്ങൾ എത്തണം. അപ്പോ ഏതൊക്കെ ചാപ്റ്ററുകളാണ്? എർത്ത്, മിത്ത് ആൻഡ് റിയാലിറ്റിയിലാണ് ഇത് കൂടുതലായിട്ട് പഠിക്കുന്നത്, 6ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടത്. അപ്പോ ഭൂമി ഭ്രമണം ചെയ്യുന്നതിനാൽ സൂര്യന്റെ പ്രകാശം നിഴലുകളുടെ വലിപ്പത്തിലും രൂപത്തിലും മാറ്റം വരുത്തുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കണം. അതിനോടൊപ്പം കുറച്ച് വൺ വേർഡ് ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് നമുക്ക് നോക്കാം. ഭൂമി എവിടെ നിന്ന് എങ്ങോട്ടാണ് കറങ്ങുന്നത്? അപ്പൊ നിങ്ങൾക്ക് സംശയം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത്, എങ്ങോട്ടാണ് അസ്തമിക്കുന്നത്? അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഭൂമി. അപ്പൊ സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി തോന്നുന്നു. നമുക്കറിയാം സൂര്യൻ കിഴക്കുതിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് കറങ്ങുന്നത്. അതിവർഷത്തിൽ 366 ദിവസങ്ങളുണ്ട്. USSന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതിവർഷത്തിൽ 366 ദിവസങ്ങളുണ്ട്. അന്ന് ഫെബ്രുവരി മാസത്തിൽ 29-ാം തീയതിയും ഉണ്ടായിരിക്കും. ഇപ്പൊ വർഷം 2024 2024 ഒളിമ്പിക്സ് നടക്കുന്ന ഇയർ ആണ്. അതിനോടൊപ്പം ഇത് അതിവർഷമാണ്. ഫെബ്രുവരിയിൽ 29 ദിവസമുണ്ട്. അതേ ദിവസമാണ് ഫെബ്രുവരി 29, ലീപ്പ് ഇയറും ലീപ്പ് ഡേയും. ഭൂമിയുടെ 2 തരത്തിലുള്ള ചലനങ്ങൾ. ഭൂമിക്ക് 2 തരത്തിലുള്ള ചലനങ്ങൾ എന്ന് പറയുന്നത് ഭ്രമണവും പരിക്രമണവുമാണ്. 2 ടൈപ്സ് ഓഫ് മൂവ്മെന്റ്, റൊട്ടേഷൻ, റവല്യൂഷൻ. റൊട്ടേഷന്റെ ഫലമായി എന്ത് സംഭവിക്കുന്നു? റൊട്ടേഷന്റെ ഫലമായി ഡേ ആൻഡ് നൈറ്റ്. പരിക്രമണത്തിന്റെ ഫലമായി, റവല്യൂഷന്റെ ഫലമായിട്ട് സീസൺസ്, ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നു, കാലങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ഇതായിരുന്നു ഇപ്രാവശ്യത്തെ ചോദ്യം. അതിനോടൊപ്പം എന്താണ് ഭ്രമണം എന്ന് ചോദിച്ചാൽ സ്വന്തം അച്ചുതണ്ടിൽ ഭൂമി കറങ്ങുന്നതാണ് ഭ്രമണം. അതേസമയം ഭൂമി ഭ്രമണം ചെയ്യുന്നതിനോടൊപ്പം സൂര്യനെയും ചുറ്റി സഞ്ചരിച്ചു വരുന്നതിനെ പരിക്രമണം എന്ന് പറയുന്നു. സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടുള്ള ഭൂമിയുടെ വാർഷിക ചലനത്തെ പരിക്രമണം എന്നാണ് പറയുന്നത്. പരിക്രമണത്തിന്റെ ഫലമായി ഋതുക്കൾ ഉണ്ടാകുന്നു. ഭ്രമണത്തിന്റെ ഫലമായി രാത്രിയും പകലും ഉണ്ടാകുന്നു. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് 23.5 ഡിഗ്രിയാണ്. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് 23.5 ഡിഗ്രിയാണ്. ഈ ഒരു പദം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഓർത്തിരിക്കാം. നമ്മുടെ ഭൂമി നടുക്കൂടെ ഇക്വേറ്റർ 0 ഡിഗ്രി, അടുത്തത് 23.5 ഡിഗ്രി നോർത്ത്. 23.5 ഡിഗ്രി നോർത്തില് ഉത്തരായന രേഖ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, 23.5 ഡിഗ്രി സൗത്തില് ദക്ഷിണായന രേഖ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ആ ഒരു അളവ് 23.5 അതുപോലെ വീണ്ടും പറയുന്നു, അച്ചുതണ്ടിന്റെ ചരിവ് 23.5 ഡിഗ്രിയാണ്. ഭൂമിയുടെ ഭ്രമണദിശ നമ്മൾ പറഞ്ഞു, സൂര്യന്റെ നേരെ ഓപ്പോസിറ്റ്. അങ്ങനെ ആലോചിച്ചാൽ മതി, തെറ്റൂല. പടിഞ്ഞാറ്, സൂര്യൻ എവിടെ ഉദിക്കുന്നു? കിഴക്ക്. therefore ഭൂമി കറങ്ങുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട്. നമ്മുടെ സൗരയൂഥത്തില് ഒരു ഗ്രഹം മാത്രമേ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്നുള്ളൂ. അത് ആരാണെന്ന് ചോദിച്ചാൽ തലതിരിഞ്ഞവൻ ശുക്രനാണ്. ഭൂമിയുടെ ഭ്രമണ സമയം 24 മണിക്കൂറാണ്. 24 മണിക്കൂർ. നിങ്ങൾ ഈ സെക്കൻഡിന്റെ കാര്യമൊന്നും വേണ്ട, അത് PSCക്കൊക്കെ ചോദിക്കുകയുള്ളൂ. USSന് ഇതുവരെയും ചോദിച്ചിട്ടില്ല. ഭ്രമണ സമയം 24 മണിക്കൂറാണ്. ഭൂമി പരിക്രമണം ചെയ്യാനെടുക്കുന്ന സമയമാണെങ്കിൽ 365.4 ദിവസമാണ്. അപ്പോൾ ഇത്തരത്തിൽ പുസ്തകം റിലേറ്റ് ചെയ്തിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾ, USS ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എല്ലാം 2016 മുതലുള്ള എല്ലാ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നൽകിയിട്ടുള്ള ഈ പുസ്തകം നിങ്ങൾക്ക് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇൻസ്റ്റാഗ്രാം സന്ദർശിക്കുക. USS 2024 കേരള എന്ന് സെർച്ച് ചെയ്താൽ മതിയാകും. എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ.